അതിൽ വലിയ വിമർശനത്തിനിടയായതിന് കാരണം എന്ന് പറയുന്നത് പിന്നെ ഈ പറയുന്ന കെട്ടിടം അല്ലെങ്കിൽ ഈ റിസോർട്ടെന്നോ ഹോട്ടലെന്നോ എന്തോ ആയിക്കോട്ടെ, ഇതിൽ ചില ചട്ടലംഘനങ്ങൾ ഉണ്ടെന്നും അവിടെ പൊതുപ്രവർത്തനത്തിൽ ഇത്രയും പബ്ലിക് ഫിഗറായി നിൽക്കുന്ന ചിന്ത, അതും ഒരു കമ്മ്യൂണിസ്റ്റ്, കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് കണ്ടുന്ന കമ്മ്യൂണിസ്റ്റുകാരായതുകൊണ്ടാണോ ഇങ്ങനെ ഇഴകീറി പരിശോധിക്കുന്നത്? അത് സ്വാഭാവികമാണ്. ഇപ്പോൾ ഒരു പക്ഷേ ഒരു കേരള കോൺഗ്രസ് നേതാവായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരാളെ കുറ്റപ്പെടുത്തുകയല്ല, പക്ഷെ അതൊരു രീതിയാണ് ഒരു പക്ഷേ കേരളത്തിൻ്റെയും മാധ്യമങ്ങളുടെയും ഒക്കെ. ഒരു കമ്മ്യൂണിസ്റ്റ് ഇങ്ങനെ ചെയ്യാമോ എന്നൊക്കെയുള്ളത് ഒരു ജാഗ്രത കുറവുണ്ടായെന്നെപ്പോഴെങ്കിലും തോന്നിയോ? ഇല്ല, ഇതിനകത്ത് എനിക്കങ്ങനെ യാതൊരു പ്രയാസവും ഇല്ല. കാരണം ഇഴകീറി പരിശോധിക്കുന്നതിലൊന്നും തെറ്റില്ല. കാരണം നമ്മൾ പൊതുപ്രവർത്തകരാണ്, സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാകുന്നതിലൊക്കെ അങ്ങനെ പ്രത്യേകിച്ച് പ്രയാസമൊന്നുമില്ല. പക്ഷെ ഇതിനകത്ത് അവരെൻ്റെ അടുത്ത് പറഞ്ഞ വാടക 20,000 രൂപയാണ്. അതാദ്യം ഞാൻ ചെക്ക് വഴി കൊടുത്തു. കുറച്ച് മമ്മി പിന്നെ പഴയതുപോലെ തന്നെ ആക്റ്റീവായി എനിക്കൊപ്പം വന്നു. അപ്പോൾ അമ്മയുടെ പെൻഷനിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് മറ്റ് യാതൊരു തരത്തിലുള്ള ആർഭാടമോ ആഡംബരമോ ഒന്നുമല്ല. ഞങ്ങൾ ഈ അമ്മയുടെ ഒരു കംഫർട്ടാണ് അതിനകത്ത് പ്രത്യേകമായി ശ്രദ്ധിച്ചത്. അവിടെ നമ്മൾ താമസിച്ചിട്ടുണ്ട്. പിന്നെ ഈ ചട്ടലംഘനത്തെ സംബന്ധിച്ചൊക്കെ ഒരു സ്ഥാപനം അവിടെ പ്രവർത്തിച്ചു വരികയാണ്. ചട്ടലംഘനങ്ങളുണ്ടെങ്കിൽ അത് പരിശോധിക്കേണ്ട ഏജൻസികൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അപ്പോൾ പ്രവർത്തിച്ചു വരുന്നൊരു സ്ഥാപനത്തിന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിശോധിക്കാമല്ലോ. ചെക്ക് ഇൻ ചെയ്യുന്നതിന് മുമ്പ് നോക്കാൻ പറ്റില്ല എന്നാണ് ഇവർക്ക് എത്ര ലംഘനം. നമ്മളിപ്പോൾ ഏതെല്ലാം കാര്യം, നമ്മളിപ്പോൾ ഒരു ടാക്സിയിൽ യാത്ര ചെയ്യുന്നു, നമ്മളവരോട് ചോദിക്കാറുണ്ടോ നിങ്ങളുടെ ബുക്കും പേപ്പറും എല്ലാം ഉണ്ടോ എന്ന്? ചോദിക്കാറില്ല. പക്ഷേ അതിൻ്റെ വാഹന പരിശോധനയുടെ ഏജൻസിയാണ്, അവർ വഴിയിൽ നിന്ന് പരിശോധിക്കുമ്പോൾ ഇല്ലെങ്കിൽ അവരനുഭവിക്കും. അതിനപ്പുറത്തേക്ക് ഇപ്പം ഞാൻ എങ്ങനെയാണ് പൊതുസമൂഹത്തിൽ ഇടപെടുന്നതെന്ന് നാളിതുവരെയുള്ള അനുഭവത്തിലൂടെ അറിയാമല്ലോ. ഞാനങ്ങനെ അനാവശ്യമായിട്ടൊരു കാര്യത്തിനകത്ത് എൻ്റെ മുമ്പിൽ വരുന്ന യുവജന കമ്മീഷൻ്റെ ജെനുവിനായിട്ട് വരുന്ന പരാതികൾക്കകത്ത് സമയബന്ധിതമായി ഇടപെടാൻ ശ്രമിക്കുന്നതിനപ്പുറം മറ്റേതെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അധികാരം ഉപയോഗിക്കാനോ അല്ലെങ്കിൽ ഇത്തരം സ്വാധീനങ്ങൾ ഉപയോഗിക്കാനോ ഒന്നും ചെയ്തിട്ടുള്ള ആളുമല്ല. ഭാവിയിൽ ചെയ്യാനും എനിക്ക് അത്തരം കാര്യങ്ങളൊന്നും ചെയ്യുന്നൊരു രീതി അങ്ങനെ ഞാൻ സ്വീകരിച്ചിട്ടില്ല. അപ്പം അത്തരമൊക്കെ ആരോപണങ്ങൾ പറയുന്നത് അതൊക്കെ മറ്റ് ഏജൻസികൾ പരിശോധിക്കേണ്ട കാര്യമാണ്. എല്ലാം നിയമപരമായി പരിശോധിക്കണം എന്നത് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. ഞാൻ അതിനകത്തെങ്ങും ഒരു ഇടത്തും ഒരു സ്വാധീനത്തിനോ എന്നോടും ആരും ആവശ്യപ്പെട്ടിട്ടില്ല. ഞാൻ ആരെയും സഹായിക്കാനും പോയിട്ടില്ല.